ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത്. നമ്മളെ നോമ്പ് ഇപ്പോൾ 17 ആയില്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ മെയിൻ കാരണം വെച്ചാൽ നമ്മളോട് പല ആൾക്കാരും ചോദിച്ചിരുന്നു, നമ്മുടെ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് കമ്മ്യൂണിറ്റിയിൽ ഇടുന്ന സമയത്ത് നിങ്ങൾ തന്നെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും എന്താ പറയുക ആണോ എന്നുള്ള ചോദിച്ചത്. നമ്മൾ തന്നെയാണ്, ഹിബയും ഞാനുമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. മെയിനായിട്ട് ഹിബ ആയിരിക്കും. മെസ്സേജ് റീപ്ലോ എടുക്കുന്ന ഹിബത്താണോ, അതേമാതിരി നിങ്ങൾ വെറുതെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ട് ഇടുന്നതാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഹിബ കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഡ്രസ്സിന്റെ നമ്മൾ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, നമ്മുടെ മെസ്സേജ് ചോദിച്ചു കുറെ ആൾക്കാർ ഹിബാണ് ആരാണ്. അപ്പൊ നമുക്ക് പറയാനുള്ളത്, പിന്നെ റിപ്ലൈ തന്നില്ല എന്നൊക്കെ പറയുന്നത്. റിപ്ലൈ നമ്മൾ എല്ലാത്തിനും കൊടുക്കലുണ്ട്. ഒരു പ്രാവശ്യത്തെ നമ്പർ എന്തോ മാറിപ്പോയിരുന്നു. ആ സമയത്ത് മാത്രം നമ്മൾ അത് പിന്നെ ക്ലിയർ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് ചെയ്തിരുന്നു. കണ്ടോ, അപ്പൊ പുതിയ ഒരു കളക്ഷൻ ആയിട്ട് ഇപ്പൊ നമ്മൾ നാളെ ഈ ഡ്രസ്സിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. അത് ഇട്ടാണ്ടില്ലേ, നമ്മളിപ്പോ ഷൂട്ടിന് വേണ്ടി എടുത്താണ്. അതിന്റെ എല്ലാ കളക്ഷൻസും ഉണ്ട് നമ്മളെടുത്ത്. അപ്പൊ എന്താ പറയാ, ഇത് വേറെ ആൾക്കാർ ഡീൽ ചെയ്യുന്നതല്ല, ഞാനും ഹിബയും ഡീൽ ചെയ്യുന്നതാണ്. ഹിബാണ് ഇതിന്റെ മെയിൻ ആണ്. മൈക്ക് എന്തൊക്കെയുണ്ട്? ഓക്കെ. അല്ല, ആൾക്കാർക്ക് ഡൗട്ട്, ഹിബ എണ്ണ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മള് വേറെ രണ്ടുപേരും കൂടെ ഹാൻഡിൽ ചെയ്യുന്നത്. ചില സമയത്ത് മെസ്സേജിന് റിപ്ലൈ ആഷിക്കാണ് കൊടുക്കുക, ചില സമയത്ത് ഞാനാണ് കൊടുക്കുക. അതെ. പിന്നെ എന്താ പറയാ, കുറെ ആൾക്കാരിലേക്ക് നമ്പറിൽ വിളിക്കും നമുക്ക് എടുക്കാൻ അങ്ങനെ പറ്റില്ല. അപ്പൊ നമുക്ക് വീഡിയോ കോൾ എന്താ പറയാ, ഇതും അതിന്റെ കൂടെ നമ്മള് കോണ്ടന്റ് ക്രിയേഷൻ നമ്മള് കുറെ പണിന്റെ ഇടയിൽ കൂടി ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അത് മെസ്സേജ് റിപ്ലൈ കൊടുക്കും. നമ്മൾ ഓൾറെഡി പറയാനുണ്ട്, മെസ്സേജ് അയച്ചത് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയച്ചാൽ നമ്മൾ റിപ്ലൈ കൊടുക്കലുണ്ട്. അപ്പൊ എന്താ ഡ്രസ്സിന് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നോമ്പൊക്കെ ആയിട്ട് എന്താ എല്ലാരും പരിപാടി? അതും ഈദാവാൻ കാത്തിക്കരുതല്ലേ. ഇപ്പൊ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈദാകുമ്പോഴേക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ 2 to 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് സാധാരണ കിട്ടുള്ളൂ. പക്ഷെ ഇനിയിപ്പോ ഈദായതുകൊണ്ട് കുറച്ചൊരു 3 to 4 days ഒക്കെ ആവും. അതുകൊണ്ടാണ് പറയുന്നത് ഈദാവാൻ കാത്തിക്കരുത്, അതിന് മുന്നേ എന്താക്കണം, ഓർഡർ ചെയ്ത് വെക്കണം. അതെ. അപ്പൊ അങ്ങനെ കാണല്ലേ കഥകളി. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ കുറെ ആൾക്കാർ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മളെ ഇതിന്റെ ഒരു അടുത്തൊരു കളക്ഷൻ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ലീബ. കാരണം നമ്മള് എന്താ പറയാ, ഇതൊക്കെ ആയിട്ട് നമ്മളൊരു അടിപൊളി സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനാണ്. ബ്ലാക്കും റെഡും വരുന്ന ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രസ് അല്ലേ. അതെ. അപ്പൊ നമുക്ക് ഡ്രസ്സിന്റെ ജസ്റ്റ് ഡീറ്റെയിൽസ് കാണിച്ചു നോക്കൂ. ഡ്രസ്സിലെ സ്ലീവിലാണ് കുറച്ചൊരു കൂടുതൽ ത്രെഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത്. നല്ല അടിപൊളി ത്രെഡ് വർക്ക് ആണ്. അടുത്ത ട്രെൻഡിങ് ആകാൻ പോകുന്ന ഡ്രസ്സാണത്. അതേപോലെ തന്നെ ടോപ്പിന്റെ ബോട്ടത്തിലായിട്ടും ആ ഒരു ഫ്ലവറും കാര്യങ്ങളും വരുന്നുണ്ടല്ലേ. പിന്നെ ഷോളിന്റെ ഒരു എന്താ പറയാ വർക്ക് കാണിച്ചെടുക്ക്, അതിലും ആ ഒരു ഫ്ലവർ വരുന്നുണ്ട്. ഷോളിന്റെ 4 സൈഡിലായിട്ട് പൈപ്പിംഗ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ. പക്ഷേ നമ്മളിത് ഞാനിപ്പോ എടുത്ത് ഞാൻ ആലോചിക്കും, എല്ലാം കാണുമ്പോ ഇവക്ക് എന്താ പറയാ എടുക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. വേറെ കാര്യമുണ്ട്, ഇതിന്റെ സൈസാണ് പ്രത്യേകത. 3XL വരെ അവൈലബിൾ ആണ്. L മുതലാണ്. അതെ, L, XL, XXL, 2XL, 3XL വരെ അവൈലബിൾ ആണ്. എല്ലാ സൈസും അവൈലബിൾ ആണ് ലൈവ. വേണ്ടത് എന്താ ചെയ്യേണ്ടി പറഞ്ഞു? വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. നമ്മള് ഒരു DM കൊടുക്കാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പൊ അതില് DM ചെയ്യാം. അതെ. ഇത് മാത്രമല്ല, കളക്ഷൻസ് കുറെ ഉണ്ട്. പേജ് നോക്കിയാൽ മതി. ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എന്താ പറയാ, ഞാൻ ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളും ചോദിക്കുന്നവർക്ക് ഞാൻ എന്താ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിയിൽ സെയിം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഇത് കഴിയുന്നതിന് മുമ്പേ ലേറ്റ് ആക്കണ്ട. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിംഗിൾ കളറാ വരുന്നത്, ബ്ലാക്ക് മാത്രമല്ല ഇപ്പൊ വരുന്നത്. അപ്പൊ ലേറ്റ് ആക്കണ്ട. എന്താ പറയാ, പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോ. അതിന് ABCD എടുപ്പിക്കാം. നമ്മൾ പറയുന്നൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണ്ടോ ഗൈസ്? ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ 3 അതിന്റെ പേര് ഇതിനെ കിട്ടിയതിനു ശേഷം ഇപ്പൊ ഇതിന്റെ പേരെ കളിയും ചിരിയും മൊത്തം. അതിനിപ്പോ പഠിപ്പിക്കുക, ടീച്ചറാവാ, അതൊക്കെയാണ് ഇപ്പൊ എന്താ പറയാ മെയിൻ പരിപാടി. എന്താ ചെയ്യ ഓരോരോ വട്ടുകളുടെ. കൂട്ടുന്ന പെടുത്തതാ എടുത്തൊന്നില്ല. ഞാനിങ്ങനെ വെച്ചാൽ പിറകെ പോണ. പിന്നെ എന്റെ ഡ്രസ്സിന്റെ മുകളിലുള്ള ഒരു കല്ലും വെച്ചേക്കൂല, ഒക്കെ മൂപ്പര് പോയിട്ട് പൊട്ടിച്ചിട്ടാളും.
കഴുത്തിന് മാല ഗോൾഡ് എന്തുണ്ടെങ്കിൽ അതൊക്കെ കടിച്ചിട്ടാളും. അതേമാതിരി തന്നെ ഡ്രസ്സിന്റെ കൂടെ മുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കടിച്ചിട്ടാളും. അതാണ് ആളെ മെയിൻ പരിപാടി, കമ്മലും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതൊക്കെയാണ് ഇഷ്ടം. ഈ മോളെ ഇതിന് നമ്മളെ പേജിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആടുന്ന ഒരു 3 പീസ് സെറ്റാണ്. അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് പിന്നെ റീസ്റ്റോക്ക് ചെയ്ത സാധനം. നല്ല ബ്യൂട്ടിഫുൾ. അപ്പൊ ഇപ്രാവശ്യം 3 കളേഴ്സിലെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ അല്ലേ? നല്ല അടിപൊളി സാധനം. ഫുള്ള് എന്താ പറയാ ത്രെഡ് വർക്ക് ആണ്. ഫുള്ള് ത്രെഡും അതേപോലെ തന്നെ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ട് വരുന്നിട്ട് നല്ല ബൂട്ടാ വർക്ക് അല്ലേ? അതെ, കണ്ട ഹാൻഡും ത്രൂ ഔട്ട് വരുന്നുണ്ട്. ഷോള് നല്ല ഞാൻ കാണിച്ചു തരാം. ഷോളില് നോക്കി ഫുള്ള് ആ ഒരു വർക്ക് ഷോളിലും വരുന്നുണ്ട്. സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അതേപോലെ തന്നെ കുഞ്ഞു പൂട്ടാ വെക്കും അല്ലേ? അതെ, നല്ല കളേഴ്സ് ആയല്ലോ അല്ലേ ഇവ. നമുക്ക് ബ്ലൂ കളറ് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല. റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലൂ കളർ എന്താ പറയാ, റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം റീസ്റ്റോക്കില് ബ്ലൂ കളർ കിട്ടിയില്ല. അപ്പൊ എന്താ പറയാ, ഇതിന്റെ ആദ്യം പറഞ്ഞ മാതിരി ഇതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ വിയർ ചെയ്ത ഫോട്ടോ ആരും ചോദിക്കണ്ട. നമ്മളെ കമ്മ്യൂണിറ്റി പോയി തുറക്കുക. എന്നിട്ട് അതിലെന്താക്കാ, നമ്മള് റീസെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരു ഓറഞ്ച് കളറും അതേപോലെ തന്നെ ഒരു യെല്ലോ കളറും കൂടെ അതിന്റെ കൂടെ ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ കുറെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പേജ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പൊ എന്താ പറയാ, യൂട്യൂബിലും എല്ലാത്തിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യലുണ്ട്. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റിയിലൊക്കെ നോക്കിയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാരും വേഗം കോൺടാക്ട് ചെയ്തു. നമ്മളെ കൊണ്ടാട്ടിക്ക് ഇതിന് ഇപ്പൊ 6 സെറ്റ് ആയി. രാവിലെ 7 മണിക്ക് എണീച്ചിട്ട് ഒന്ന്, പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന്, ഉച്ചക്ക് ശേഷം ഒന്ന്, വൈകുന്നേരം ഒന്ന്, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനൊന്നുമില്ല, എനിക്ക് വരുമ്പോ എല്ലാം ഇഷ്ടപ്പെടും. അപ്പൊ ഞാൻ എന്താക്കാനാ, എന്റെ മനസ്സിങ്ങനെ ചാഞ്ചാടും. ഫസ്റ്റ് കളക്ഷൻ കൊണ്ടുവരുമ്പോ ഇത് ഞാനൊന്നും എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത പറയാ എന്നാ ഇതും നല്ല രസമുണ്ടല്ലേ. അങ്ങനെ എന്ത് ചെയ്യാനാ, നമ്മള് കൺഫ്യൂഷനിൽ നിക്കാ. ഞാൻ കൊറേ എണ്ണം എടുത്ത് വെച്ചിരിക്കുന്നു. കൊറേ എണ്ണം എടുത്ത് വെച്ചിട്ട് അവൾക്ക് ഏത് ഇടും എന്നുള്ള കൺഫ്യൂഷൻ. ഏത് ആദ്യം ഇടും, ഏതാണ് ഇതിന്റെ മെയിൻ കളക്ഷനെ കാണാന്നുള്ള കൺഫ്യൂഷനാ. ഞങ്ങളെ പറഞ്ഞിങ്ങനെ മറ്റേ അല്ല പണ്ടൊരു ഇതുണ്ടല്ലോ, നമ്മളിങ്ങനെ കണ്ണിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കറക്കി കുത്തൊക്കെ ചെയ്യില്ലേ. നമ്മളോട് പറഞ്ഞ നറുക്കിട്ടെടുത്തോ, എഴുതിയിട്ട് നറുക്കിട്ടെടുത്തോ. ഇതാണ് ധർമ്മസങ്കടത്തിലാ ആള്. എനിക്ക് എടുക്കണം. ഞാൻ ഇതിന്റെ പിന്നെ അവൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എടുക്കണം. ഭയങ്കര ഒരു ചടങ്ങായി നമുക്ക്. എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഇവൾക്ക് ഡ്രസ് എടുക്കാൻ പോവാ. നമ്മള് ഈ ഡ്രസ് കഴിഞ്ഞ ഇതിനൊക്കെ നമുക്ക് ഡ്രസ്സിന്റെ നമ്മൾ ഓൺലൈൻ തുടങ്ങിയില്ലല്ലോ. അന്ന് ഇവൾക്ക് എടുക്കാൻ വേണ്ടി എത്ര ഷോപ്പിലാ പഠിച്ചോ ഞാൻ പോലെ. ഞാൻ ആശിക്കാനെ പറയാം, ആശിക്കാൻ ഏതെങ്കിലും ഒന്ന് എടുത്തും കൊണ്ടുവരി. എനിക്ക് വയ്യ ഇങ്ങനെ നടക്കാനാണ്. കാരണം എനിക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല. എത്ര ഷോപ്പിൽ കയറി ഇറങ്ങണം. ഒരു 3-4 ഒരാഴ്ച മിനിമം നമ്മൾ പോകൂലേ, എല്ലാ കാലിക്കറ്റ് എല്ലാ ഷോപ്പിലും കവർ ചെയ്യാൻ. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾക്ക് ഏതാ എടുക്കുന്നുള്ള കൺഫ്യൂഷനേ ഉള്ളൂ അല്ലേ? അതെ, നാളെ ഭയങ്കര അല്ല സീരിയസ്ലി എനിക്ക് എന്തോ പറയാ, ഒരു ഇത് ചടങ്ങ് അങ്ങോട്ട് ഒഴിവായി കിട്ടിയ മാതിരിയാ. പിന്നെ ഓളെ ഡ്രീം അല്ലേ നമ്മളെ സ്വന്തമായിട്ടൊരു ബിസിനസ്, അതും ഡ്രസ്. കഴിഞ്ഞ ഇതിനോട് പറഞ്ഞു, കഴിഞ്ഞ ഇത് നമ്മളിങ്ങനെ തെരിയുമ്പോ പറഞ്ഞു ഇനി അശിക തെരിയാന്ന് വരില്ല, ഇനി ഞാൻ എന്റെ സ്വന്തം കളക്ഷൻസിനെ എടുക്കുള്ളൂ. അത് കുറച്ചുകൂടി എന്താ പറയാ, സംഭവങ്ങളൊക്കെ പ്ലാനിങ്ങിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ സെറ്റപ്പ് ചെയ്യും. എന്നോട് പറയണം എന്താന്നല്ലേ, എന്നെ കൂട്ടൂലേ. അപ്പൊ അത്രേ ഉള്ളു. എന്താ പറയാ, ഈ കയ്യാനിപ്പോ എല്ലാ ബ്ലോഗിലും ഞാൻ പറയും നോമ്പ് 5 ലീവ്, നോമ്പ് 6 അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ നോമ്പ് 20 മാറ്റേ. 18 18അല്ല 19. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് എന്താ പറയാ, എല്ലാരും നോമ്പൊക്കെ അടിപൊളി അംഗീകരിക്കുന്നു. ശരിയാ, അന്ന് 19ാമത്തെ നോമ്പ്. 11 മാസം കഴിഞ്ഞ പെരുന്നാളാണ്. ഇതായിരിക്കണം എത്ര പെട്ടെന്നല്ലേ പെരുന്നാളൊക്കെ. നോമ്പ് തുടങ്ങിയതും കഴിഞ്ഞതും ഇതാ പോയി. അപ്പൊ അത്രേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.